ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന് തോന്നിയില്ല ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ അരിപ്പൊടിയോ റവയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അഥവാ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് റവയോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ, 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ചിരകിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാനും പറ്റും. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഴമാണ്. ഇത് പാളയംകോടൻ പഴമാണ് കേട്ടോ. ചെറുപഴം ഏത് വേണോ എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു പഴം കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഒരല്പം വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് പഴത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൂടുതൽ ദിവസത്തേക്ക് വേണ്ടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പഴം ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് ശർക്കര എടുത്തിട്ട് അതൊന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് കേട്ടോ. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതിയാകും. അപ്പം ബാക്കി വരുന്ന ശർക്കരപ്പാനി നിങ്ങൾക്കൊരു ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കൊക്കെ തയ്യാറാക്കാനായിട്ട് അത് എളുപ്പമായിരിക്കും. നമ്മൾ എപ്പോഴും ശർക്കര ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേ പാത്രത്തിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് വെന്ത് പോകും. കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അധികമായിട്ട് തയ്യാറാക്കുന്നില്ലെങ്കിൽ പച്ചവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ശർക്കരപ്പാനി ചൂടാക്കി അതേ പാത്രത്തിൽ തന്നെ അല്പം ഒന്ന് വെള്ളം ചൂടാക്കി ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിത് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ്. ഇനി ഏലക്ക പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴം അരയ്ക്കുന്ന സമയത്ത് അതിലേക്കൊരു 3-4 ഏലക്ക ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാനിതിൽ സോഡയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സോഡ ചേർക്കാം. ഇപ്പോൾ ഞാനൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഉടൻ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ചൂട് വേണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ പിടിക്കും. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അത് അധികം എണ്ണ പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ. സാധാരണ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും എണ്ണ അല്പം കുറവായിരിക്കും ഈ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കുമ്പോൾ. ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സോഡയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സോഡ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവുക തന്നെ ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.